ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപത്തിൻ്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങ് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിൻ്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. സർ, നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെൻ്ററി നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഇപ്പോൾ ഉണ്ടായ സംഭവിക്കാസ് പ്ലീസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു. പ്ലീസ്, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ്. ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കോയൽനാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു. അതുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചോദിക്കേണ്ടി വന്നത്. കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചെയറിന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീമതി ശാന്തകുമാരി. സർ, കേരളത്തിൽ വളരെ അഭിമാനത്തോടുകൂടി ഞാനിപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് 2 കോടി രൂപയിലധികം സംഖ്യയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ജനങ്ങളുടെ കാര്യങ്ങൾ പോലും സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ക്വസ്റ്റ്യൻ അവർ, അതുപോലെ നിരസിക്കുന്നു. സർ, എൻ്റെ ചോദ്യം ഇവിടെ നമ്മുടെ ഓഖി അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനസഹായമായി അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര സംഖ്യയാണ് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയാമോ? സർ, ഓക്കിയുടെ നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഓക്കി ദുരന്തം ബാധിച്ചത്. സർ, അതിൽ അന്നേ വരെ നമ്മുടെ സംസ്ഥാനത്ത് നൽകി വന്നിരുന്ന ഇത്തരം ദുരന്തങ്ങളിലെ ധനസഹായ രീതി ആകെ നമ്മൾ മാറ്റിമറിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 20 ലക്ഷം രൂപ വീതം മരണപ്പെട്ട ഓരോ കുടുംബത്തിനും നൽകുന്ന നടപടിയെടുത്തത്. സർ, അതേപോലെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾ, അവരെ കടലിൽ പോകുന്നതിന് നമ്മൾ തന്നെയാണ്, സർക്കാർ തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നു. പോകുന്നത് ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് അത്തരം മേഖലയിൽ ആ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന നടപടിയെടുക്കുന്നുണ്ട്. അതെല്ലാം പലതും ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ തുക അനുവദിക്കേണ്ടി വരുന്നത്.